ഹായ് കൂട്ടുകാരെ, മത്തി വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം മത്തി നന്നായിട്ട് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി അതിൽ വെള്ളമയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണും ഒരല്പവും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് പൊടികൾ മൂപ്പിച്ചെടുക്കേണ്ടത്. പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. മത്തി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു സൈഡ് അല്പസമയത്തിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മത്തിപ്പെരട്ട് തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.